ദേവസ്വം ബോർഡിന്റെ അരവണ ടിൻ നിർമ്മാണ ഫാക്ടറി തുടങ്ങാനുള്ള പദ്ധതി അട്ടിമറിച്ചു. പദ്ധതി തുടങ്ങിയാൽ വൻ സാമ്പത്തിക ബാധ്യതയാകുമെന്ന തരത്തിൽ ഇടനിലക്കാർ ഉദ്യോഗസ്ഥർക്കിടയിൽ നടത്തിയ പ്രചരണമാണ് പദ്ധതി അട്ടിമറിക്കാൻ ഇടയാക്കിയത്. മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലയളവിൽ ഇത്തവണയും അരവണ ടിൻ ഇടനിലക്കാർ വഴി പുറത്തുനിന്ന് വാങ്ങേണ്ടി വരും. ജനം ബ്രേക്കിംഗ്. മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലയളവിന് പുറമെ നട തുറക്കുന്ന മലയാള മാസങ്ങളിലുമായി 3.5 കോടി അരവണ ടിന്നാണ് പ്രസാദ വിതരണത്തിനായി ആവശ്യം വരിക. അതിനാൽ കരാർ ലേലം ചെയ്യുകയാണ് കാലങ്ങളായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ചെയ്യുന്നത്. മുൻകൂട്ടി ഓർഡർ നൽകുമെങ്കിലും മിക്ക വർഷവും ആവശ്യത്തിന് ടിന്ന് കിട്ടാതെ അരവണ വിതരണം പ്രതിസന്ധിയിലാകും. ഇതിന് പരിഹാരമായാണ് ദേവസ്വം ബോർഡ് സ്വന്തമായി അരവണ കണ്ടെയ്നർ പ്ലാന്റ് തുടങ്ങാൻ പദ്ധതിയിട്ടത്. തെള്ളിയൂർക്കാവിലായിരുന്നു ആദ്യ പ്ലാന്റ് നിർമ്മാണത്തിനായി സ്ഥലം കണ്ടെത്തിയത്. പിന്നീട് വന്ന ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിന്റെ കാലത്ത് ചെലവ് കുറയ്ക്കാൻ നിലയ്ക്കലിൽ BOT അടിസ്ഥാനത്തിൽ പ്ലാന്റ് നിർമ്മിക്കാൻ പദ്ധതിയിടുകയായിരുന്നു. എന്നാൽ ഫാക്ടറി തുടങ്ങിയാൽ പദ്ധതി പരാജയമാകുമെന്നും ദേവസ്വം ബോർഡിനെ പറഞ്ഞ് ഇടനിലക്കാർ വിശ്വസിപ്പിച്ചു. ഇതോടെയാണ് പ്ലാന്റ് നിർമ്മാണ പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ പിന്നീട് ദേവസ്വം ബോർഡ് തയ്യാറാകാതിരുന്നത്. കമ്പനികൾക്ക് കരാർ നൽകി ടിന്ന് വാങ്ങുന്നതിലെ കമ്മീഷൻ ഇല്ലാതാകുമെന്നതും അട്ടിമറിക്ക് ആക്കം കൂട്ടി. നിലയ്ക്കൽ, മലയാലപ്പുഴ, ചെട്ടികുളങ്ങര, അമ്പലപ്പുഴ തുടങ്ങിയ മറ്റ് പ്രധാന ക്ഷേത്രങ്ങളിലേക്കും ടിന്ന് നൽകാൻ കഴിയുമായിരുന്ന പദ്ധതിയാണ് തകിടം മറിഞ്ഞത്. അരവണ ടിന്ന് ഇത്തവണയും പുറത്തുനിന്ന് വാങ്ങേണ്ടി വരും. ഇതിനായി ഉദ്യോഗസ്ഥരിൽ ചിലർ നീക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ബോർഡ് പ്രസിഡന്റ് ജയകുമാർ അടക്കമുള്ള ദേവസ്വം ബോർഡ് പ്രതിനിധികൾ ഈ വിഷയത്തിൽ മൗനത്തിലുമാണ്. കെ. ബി. ശ്യാമപ്രസാദ്, ജനം, തിരുവനന്തപുരം.